പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഘാട്കിൽ അന്തരിച്ചു. പൂനെയിൽ വെച്ച് ഇന്നലെ രാത്രിയിലായിരുന്നു അന്ത്യം സംഭവിച്ചത്. നമുക്കറിയാം, അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ജൈവ വൈവിധ്യ പഠനത്തിനൊക്കെ നേതൃത്വം നൽകിയൊരു വ്യക്തിത്വമാണ്. ഒപ്പം തന്നെ ഐക്യരാഷ്ട്രസഭ പരമോന്നത പരിസ്ഥിതി പുരസ്കാരം അദ്ദേഹത്തിന് നൽകി അദ്ദേഹത്തിനെ ആദരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ലോകം മുഴുവൻ ആദരിക്കുന്ന പരിസ്ഥിതി മേഖലയിലെ എണ്ണം പറഞ്ഞ പരിസ്ഥിതി വിദഗ്ധരിൽ ഒരു വ്യക്തിയായിരുന്നു മാധവ് ഘാട്കിൽ. അദ്ദേഹം കേരളത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ അത് വളരെ വലുതാണ്. 2013 അത് ഏറ്റവും കൂടുതൽ കേരളം ചർച്ച ചെയ്യപ്പെട്ടത്. അന്ന് അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും പിന്നീട് ഇങ്ങോട്ട് സത്യമായി തീർന്നിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട്, അല്ലെങ്കിൽ ജനങ്ങളെ കയ്യിലെടുക്കുക എന്നൊരു ഉദ്ദേശം വെച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ അതൊക്കെ പൂഴ്ത്തിവെക്കുന്ന ചില സാഹചര്യങ്ങൾ കൂടി നമ്മൾ അന്ന് കണ്ടതാണ്. പിന്നീട് 2018 പ്രളയം വന്ന സമയത്താണ് 2013 അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ തിരിച്ചടിക്കുന്നത് എന്നൊരു കാര്യം കൂടിയുണ്ട്. അദ്ദേഹത്തെ പരിഹസിച്ച് പറഞ്ഞവരൊക്കെ തന്നെ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ചില സാഹചര്യത്തിൽ കൂടി കടന്നു പോയിട്ടുണ്ട്. അന്ന് കേരള ജനത ആർത്ത് വിളിച്ചു പറഞ്ഞു, മാധവ് ഘാട്കിലിനെ വിളിക്കൂ, അദ്ദേഹം പറഞ്ഞതാണ് ശരി എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്കറിയാം, ഇടുക്കിയിലും ഒപ്പം കോട്ടയത്തുമൊക്കെ കുടിയേറ്റ മേഖലയിലെ കർഷകരെയൊക്കെ ഒപ്പം നിർത്തിക്കൊണ്ട് അദ്ദേഹം അവർക്ക് വേണ്ടി കൂടി സംസാരിച്ച ഒരു വ്യക്തിയായിരുന്നു ഈ മാധവ് ഘാട്കിൽ എന്ന് പറയുന്നത്. പ്രേംലാൽ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. പ്രേംലാൽ, ഇന്നലെ രാത്രിയോടുകൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്. എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ? അസുഖത്തെ തുടർന്ന് കുറച്ചു ദിവസമായി അദ്ദേഹം പൂനെയിൽ വെച്ചായിരുന്നു അന്ത്യം. പശ്ചിമഘട്ട സംരക്ഷണത്തിന്റെ ശക്തമായ ശബ്ദമായിരുന്ന മുതിർന്ന പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഘാട്കിലാണ് 83 വയസ്സിൽ വിട പറയുന്നത്. പശ്ചിമഘട്ടങ്ങളെ കുറിച്ചുള്ള ദീർഘദർശിയായ മുന്നറിയിപ്പുകളിലൂടെ രാജ്യത്തിന്റെ ശ്രദ്ധ നേടിയ മുതിർന്ന പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഘാട്കിൽ ഓർമ്മയാകുമ്പോൾ അദ്ദേഹത്തിന്റെ നിരവധി സംഭാവനകളാണ് രാജ്യം ഓർത്തെടുക്കുന്നത്. പശ്ചിമഘട്ടത്തിൽ അമിതമായ വികസനവും നിർമ്മാണ പ്രവർത്തനങ്ങളും ഗുരുതര പരിസ്ഥിതിക്ക് ദുരന്തങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മുന്നറിയിപ്പ് നൽകിയ ശാസ്ത്രജ്ഞനായിരുന്നു ഘാട്കിൽ. 2011 തയ്യാറാക്കിയ ഘാട്കിൽ റിപ്പോർട്ട് പശ്ചിമഘട്ടങ്ങളെ സംരക്ഷിക്കാൻ ആവശ്യമായ കർശന നടപടികൾ നിർദ്ദേശിച്ചെങ്കിലും ശുപാർശകൾ ഇതുവരെയും പൂർണ്ണമായി നടപ്പാക്കിയിട്ടില്ല. ജനകീയ പങ്കാളിത്തത്തോടെ പരിസ്ഥിതി സംരക്ഷണം മുന്നോട്ട് കൊണ്ടുപോയ ഘാട്കിലിനെ 2024 ഐക്യരാഷ്ട്ര പരിസ്ഥിതി പരിപാടി ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് ബഹുമതിക്ക് അർഹനാക്കിയിരുന്നു. അദ്ദേഹത്തിന്റെ മകനാണ് വിവരം അറിയിച്ചത്. എന്തായാലും സംസ്കാര ചടങ്ങുകൾ പൂനെയിൽ തന്നെയായിരിക്കും നടക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഘാട്കിലിന്റെ വിയോഗം പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് വലിയൊരു നഷ്ടം തന്നെയായിരിക്കും. അതെ, തീർച്ചയായും. എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു ആത്മകഥ കൂടി ഉണ്ടല്ലോ പ്രേംലാൽ. അതായത് പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന് പറയുന്നുണ്ട്. അതായത് അദ്ദേഹം നിരവധിയായിട്ടുള്ള പരിസ്ഥിതി പ്രവർത്തനങ്ങളിലും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിദഗ്ധ പഠനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ആ ഒരു കരിയറിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹം ചെലവഴിച്ചിട്ടുള്ളത് പശ്ചിമഘട്ടത്തെക്കുറിച്ച് പറയുന്നതിനും പഠിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ ഇങ്ങനെ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന രീതിയിൽ അദ്ദേഹം ഒരു ആത്മകഥ പോലും എഴുതിയിട്ടുള്ളത്. അതിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് എന്താണ് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഖനനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. മാത്രമല്ല പ്രേംലാൽ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ഇടുക്കിയിലെയും കോട്ടയത്തെയും ഒക്കെ ജനങ്ങളെ പോലും എടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് 2013. ഒപ്പം തന്നെ ഈ പശ്ചിമഘട്ടം എടുത്തു പറയുമ്പോൾ അതിൽ പരിസ്ഥിതി ലോല മേഖല ഏതൊക്കെയാണ് എന്നുള്ളത് പോലും തരം തിരിച്ചുകൊണ്ട് പറയുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും 2013 നമുക്കറിയാം, ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. റിപ്പോർട്ട് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. വരും കാലം ഇനി യുഗങ്ങളൊന്നും വേണ്ട, കുറച്ച് വർഷങ്ങൾ മാത്രം മതി, അന്ന് ഞാനും നിങ്ങളുമൊക്കെ ഉണ്ടാകും, കേരളം കാത്തിരിക്കുന്നത് മഹാദുരന്തമാണ് എന്ന് പറഞ്ഞപ്പോൾ അതിനൊന്നും പരിഹസിച്ചു വിടുകയാണ് അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെയൊക്കെ ബാക്കി പത്രം കേരളം അനുഭവിച്ചു, നമ്മളൊക്കെ അതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തതാണ്. ഈ ബാംഗ്ലൂരിൽ അധ്യാപകനായിരുന്നു ഇദ്ദേഹം. ആദിവാസികളും കർഷകരും മത്സ്യത്തൊഴിലാളികളും ഉൾപ്പെടെയുള്ള സമൂഹവുമായി ചേർന്ന പരിസ്ഥിതി സംരക്ഷണത്തെ ഒരു ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റാൻ ഘാട്കിലിന്റെ സംഭാവനകൾ വളരെ വലുതാണ്. അദ്ദേഹം എപ്പോഴും പരിസ്ഥിതിയോട് ചേർന്നുള്ള സ്ഥാപനങ്ങളും എഴുത്തുകളും വളരെ ശ്രദ്ധേയമായിരുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ വിയോഗം വലിയൊരു നഷ്ടം തന്നെയാണ് പരിസ്ഥിതി പ്രവർത്തന മേഖലയ്ക്ക് ഉണ്ടാകുന്നത്. തീർച്ചയായും പ്രേംലാൽ, എന്തായാലും
അദ്ദേഹം ചെറുപ്പത്തിലെ തന്നെ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് പക്ഷികളെ ഭയങ്കര ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന്. അതുകൊണ്ടാണ് ആ ഒരു ഫീൽഡ് അദ്ദേഹം തിരഞ്ഞെടുക്കുന്നത്. പക്ഷി നിരീക്ഷണത്തിൽ കുട്ടിക്കാലം മുതൽ തൽപരനായിരുന്നു. ഒപ്പം തന്നെ ഈ കാട്ടുപാതകൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇടുക്കി, കോട്ടയം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ആദിവാസികളുടെ അതുപോലെ ഉന്നതികളിലൊക്കെ താമസിക്കുന്ന ആളുകളുടെയൊക്കെ പുരോഗമനത്തിന് വേണ്ടിയും അവർക്ക് ഏത് രീതിയിൽ പുരോഗമനം ഉണ്ടാകുമെന്ന രീതിയിലൊക്കെ സംസാരിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കാട്ടുപാതകൾ അന്നു മുതൽക്ക് തന്നെ അദ്ദേഹം പിന്നിട്ടിരുന്നു. ഒരുപാട് നടന്ന് സഞ്ചരിച്ച് അവിടെയുള്ള ആളുകളുമൊക്കെയായി സംസാരിച്ച് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും യെസ്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സുഖവും ദുഃഖവും ഒക്കെ ഒരു പക്ഷേ ഈ ആളുകളുമൊക്കെയായി പങ്കിടുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആത്മകഥ, ഈ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന് പറയുന്ന ആ ആത്മകഥയിൽ പോലും ഈ വരികളൊക്കെ കടന്നു പോയിട്ടുണ്ട്. അദ്ദേഹം സഞ്ചരിച്ച ആ പാതകളൊക്കെ കടന്നു പോയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒരു പക്ഷേ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ആ ഒരു ആത്മകഥ, ആ ഒരു പുസ്തകം നമുക്ക് ശിഷ്യരിലേക്കും ശിഷ്യരുടെ ശിഷ്യരിലേക്കും എന്ന് പറയുമ്പോൾ തലമുറകളോളം അത് പഠിക്കേണ്ട ഒരു കാര്യമായി മാറുന്നു എന്നുള്ളതാണ്. മാധവ് ഗാഡ്ഗിലിൻ്റെ മുൻ തലമുറ മുതൽക്ക് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസ്, ഇപ്പോൾ പ്രേംലാൽ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസ്, ഒപ്പം തന്നെ അത് കഴിഞ്ഞ് വരുന്ന തലമുറ, പിന്നീട് വരുന്ന തലമുറ, അങ്ങനെ ഓരോ തലമുറയ്ക്കും എടുത്ത് വെക്കാവുന്ന അല്ലെങ്കിൽ പഠിക്കാവുന്ന കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അതിനകത്ത് എന്നുള്ളതുണ്ട്. ഇതോടുകൂടി ചേർത്ത് വെക്കേണ്ടത് മറ്റൊന്നാണ് ജനകീയ പങ്കാളിത്തത്തോടെ പരിസ്ഥിതി സംരക്ഷണം മുന്നോട്ട് കൊണ്ടുപോയ ഗാഡ്ഗിലിനെ 2024 ഐക്യരാഷ്ട്ര പരിസ്ഥിതി പരിപാടി ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് എന്ന ബഹുമതിക്ക് അർഹനാക്കിയിരുന്നു. അതുകൂടി നമുക്ക് ഈ അവസരത്തിൽ ചേർത്ത് വെക്കേണ്ടതുണ്ട്. യെസ്, തീർച്ചയായും ഈ മാധവ് ഗാഡ്ഗിലിനെ സംബന്ധിച്ചിടത്തോളം കേരളവുമായി അദ്ദേഹത്തിന് വളരെ അടുത്ത ബന്ധം തന്നെയാണുള്ളത്. അദ്ദേഹത്തിൻ്റെ ഈ ആശങ്ക അറിയിക്കുന്നത് മാത്രമല്ല, പ്രേംലാൽ ഈ മഹാരാജാസ് കോളേജിലെ മുൻ പ്രിൻസിപ്പൽ MK പ്രസാദ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തു കൂടിയായിരുന്നു. മാത്രമല്ല മലയാളി ശിഷ്യരിൽ പ്രമുഖ സ്ഥാനം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ ശാസ്ത്രജ്ഞനായ ഡോക്ടർ സുഭാഷ് ചന്ദ്രനാണ്. അദ്ദേഹത്തിന് കേരളവുമായുള്ള അടുപ്പം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഈ പറയുന്ന പോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഈ ആദിവാസി ഊരുകളിലെ ആളുകളുടെയൊക്കെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനും അവർക്ക് ഉന്നമനത്തിന് എന്ത് നടപടികൾ സ്വീകരിക്കണം, ഒപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൻ്റെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. അങ്ങനെ ആത്മബന്ധം, കേരളവുമായി ആത്മബന്ധം വലിയ രീതിയിൽ പുലർത്തിയിരുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ഇപ്പോൾ വിട പറഞ്ഞു പോകുന്നത്. യെസ്, പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചു. പൂനെയിൽ ഇന്നലെ രാത്രിയിലായിരുന്നു അന്ത്യം സംഭവിച്ചത്. 83 വയസ്സായിരുന്നു. അദ്ദേഹം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലൊക്കെ ആയിരുന്നു. എന്നിരുന്നാൽ പോലും നമുക്ക് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ വിടവ് നികത്താൻ കഴിയില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹം കേരളത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ, അത് നമ്മുടെ മരണം അല്ലെങ്കിൽ നമ്മുടെ തലമുറകളൊക്കെ, വരും തലമുറകളൊക്കെ പാഠമാക്കി വെക്കുന്ന ചില കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും മാധവ് ഗാഡ്ഗിൽ അന്തരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം മാത്രമേ ഇവിടെ ഉപേക്ഷിച്ച് പോകുന്നുള്ളൂ. അദ്ദേഹം ബാക്കി വെച്ച് പോകുന്ന അദ്ദേഹത്തിൻ്റെ ചില സിദ്ധാന്തങ്ങൾ ഒക്കെ തന്നെ നമുക്ക് വരും കാലങ്ങളിലും ഉപയോഗിക്കാവുന്നതാണ്. പ്രത്യേകിച്ചും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പഠനങ്ങൾ ഏത് തരത്തിൽ അതിർത്തി തിരിക്കണം, ഒപ്പം പരിസ്ഥിതി ലോല മേഖലകൾ ഏതൊക്കെയാണ്, ഏത് രീതിയിൽ സർക്കാരുകൾ ഇടപെടലുകൾ നടത്തണം, ജനങ്ങൾക്ക് ഏത് രീതിയിൽ ഇത് ഉപകാരപ്പെടും തുടങ്ങിയിട്ടുള്ള A to Z എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് അദ്ദേഹം തയ്യാറാക്കിയിട്ടുള്ള. അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലടക്കം അത് വളരെ വ്യക്തമാക്കി തന്നെ പറയുന്നുണ്ട്. അദ്ദേഹം സഞ്ചരിച്ച തുടക്കകാലം മുതൽക്ക്, അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പക്ഷി നിരീക്ഷണമായിരുന്നു. അതുമുതൽക്ക് അദ്ദേഹം സഞ്ചരിച്ച ഓരോ പാതയും അദ്ദേഹം ആ ആത്മകഥയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ സ്റ്റുഡൻസിനും അതുപോലെ തന്നെ വരും തലമുറയ്ക്കുമൊക്കെ പഠന വിഷയമാക്കാവുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ആ പുസ്തകത്തിൽ കുറിച്ചു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണല്ലോ ലോകം മുഴുവൻ അദ്ദേഹത്തെ ആദരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയടക്കം അദ്ദേഹത്തെ ആദരിച്ച് പുരസ്കാരങ്ങൾ നൽകുന്നു. അതുപോലെ തന്നെ പത്മഭൂഷൺ പുരസ്കാരം നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു.